പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ വളർത്തുക എന്നത് മനോഹരമായ ഒരു ദൈവനിയോഗമാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ അത് പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. മാതാപിതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ കുട്ടികളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ശിക്ഷാ രീതികളെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചുമെല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. ഈ സാഹചര്യത്തിൽ നാം എങ്ങനെ ക്രിസ്തീയമായി പ്രതികരിക്കണം? ആദ്യം വേണ്ടത് ഈ ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനമാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ ബോധ്യങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കുട്ടികളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. ആശയവിനിമയത്തിലൂടെ ഒരു പൊതുവായ നിലപാടിലെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സഹായം നമുക്ക് തേടാം. കുട്ടികളെ വളർത്തുന്നതിൽ അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചറിയാം. ബൈബിളിലെ ഉപദേശങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ. കുട്ടികളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വളർത്താം. ഇത് അപ്പസ്തോലൻ പൗലോസ്ലീഹ നമുക്ക് തന്ന വാക്കുകളാണ്. കുട്ടികളെ കർത്താവിൽ സ്നേഹത്തോടെ വളർത്തുക എന്നത്. അത് നമുക്ക് ഓർത്ത് ദൈവത്തിനു വേണ്ടി നമ്മുടെ മക്കളെ വളർത്താം. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം ഒരു ടീമായിട്ട് വേണം പ്രവർത്തിക്കാൻ. ഒരു കുരയുടെ കീഴിൽ 2 ടീമാകരുത്. ഒരുമിച്ച് നിന്ന് തീരുമാനങ്ങൾ എടുക്കണം. ഒരുമിച്ച് തീരുമാനിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ എൻ്റെ വാശി ജയിക്കാനായിട്ട് ബാധിക്കരുത്. കുട്ടികളുടെ നന്മയാണ് നമ്മുടെ പരമമായ ലക്ഷ്യം, അല്ലാണ്ട് നമ്മുടെ സെൽഫിഷ്നെസ് അല്ല. അവരുടെ കെയർ ടേക്കേഴ്സ് മാത്രമാണ് നമ്മൾ. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് വേണ്ടിയിട്ട് അവരെ വളർത്തുക എന്നൊരു ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചേക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അവരെ വളർത്തുക എന്നുള്ളതല്ല. അവർക്ക് സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്ന അന്തരീക്ഷമാണ് വേണ്ടത്. നാം ദൈവത്തിന് വേണ്ടി അവരെ വളർത്തുമ്പോൾ ദൈവം നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരും. നമുക്കവർ താങ്ങും തണലുമായിരിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം അവർക്കുണ്ടാകും. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് നാം ദൈവം ആയിട്ട് മാറി ആൾ ദൈവങ്ങളായിട്ട് അവരെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വളർത്തുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഡ്രീംസ് പൂർത്തീകരിക്കാത്തത് അവരിൽ കൂടെ പൂർത്തീകരിക്കാനൊക്കെ നാം ശ്രമിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നാം നോക്കുന്നത്. നാവിൽ ദൈവം ഉണ്ടാവും, എന്നാൽ പ്രവൃത്തിയിലുണ്ടാവില്ല. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കപ്പുറം കുട്ടികളുടെ ആത്മീയവും മാനസികവുമായ വളർച്ചയ്ക്ക് നമുക്ക് ഊന്നൽ നൽകാം. ഐക്യത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കില്ല, മറിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തും. കാരണം മക്കൾ ഒരു കൺസ്ട്രക്റ്റീവ് ഡിബേറ്റ് കണ്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധങ്ങൾ ഭാവിയിൽ നശിക്കില്ല.